അപ്പോൾ ഈ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി എക്സ്പോസ്ഡ് ആയ ഒരു ദിവസമാണിത്. നമുക്കറിയാവുന്നതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററുടെ അറസ്റ്റാണ്. വലിയ നിലയിലുള്ള വാർത്താ പ്രാധാന്യം അതിന് ലഭിക്കുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട്, അതിൻ്റെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആർക്ക് ഒക്കെയാണ് പണം നൽകിയത്, പണം നൽകിയവർക്ക് എന്തൊക്കെ ക്വിഡ് പ്രോക്കോ ലഭിച്ചു, ഏതൊക്കെ അന്വേഷണ ഏജൻസികളാണ് ഈ വ്യവസായികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്നത്, പിന്നീട് പണം കിട്ടിയതിന് ശേഷം അവരുടെ അന്വേഷണങ്ങൾ എങ്ങനെയാണ് നിലച്ചത് എന്നൊക്കെ നമ്മൾ അറിയേണ്ട മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി 9 മണി മുതൽ ഇപ്പോൾ ഇരിക്കുന്ന 9 മണി വരെ. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബാക്കി വിവരങ്ങൾ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നഷ്ടമായിട്ടുള്ള 24 മണിക്കൂറിൽ നഷ്ടമായിട്ടുള്ള കാര്യം. പക്ഷേ അതിലും നേട്ടമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നേ വരെ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഇത്തരം ഈ പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്ന ഇപ്പോൾ 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് ആളുകൾക്ക് കൃത്യമായി ബോധ്യമാകുന്ന വിധത്തിൽ പോയിരുന്നില്ല. ഇപ്പോൾ അത് കൃത്യമായി ബോധ്യമായിരിക്കുന്നു എന്നാണ്. ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. നോക്കൂ, നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്. ഈ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തരാൻ ജൂൺ 30 വരെ സമയം വേണം എന്നാണ് സുപ്രീം കോടതിയിൽ SBI ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഒന്ന് മീശ വിരിച്ചപ്പോൾ ഈ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെയും ഇന്നലേക്കുള്ളിൽ കൊടുക്കാൻ കഴിഞ്ഞല്ലോ. ഒരു ജാള്യതയും അതിലില്ല കേട്ടോ. നോക്കൂ, ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം SBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ഞങ്ങൾക്ക് ഈ പറയുന്ന വിവരങ്ങളെല്ലാം നൽകാൻ ജൂൺ 30, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർച്ചിലാണ്, ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുമ്പം ഈ പറയുന്ന 7 ഘട്ട തെരഞ്ഞെടുപ്പും തീരും എന്ന് തീരുമാനിച്ചു. അതെ, അങ്ങനെ 30-ാം തീയതിക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞതാണ് നേരത്തെ സുപ്രീം കോടതി ഒന്ന് വിരട്ടി വിട്ടപ്പോഴേക്കും ഓടിച്ചെന്ന് ഇന്നലത്തോടുകൂടി എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിൽ SBIയെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക, എന്തിനാണ് കള്ളം പറയിപ്പിച്ചത് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ അഴിമതിയുടെ ഈ വലിയ കൊടുമുടി കാണുമ്പോൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണി പറഞ്ഞതിന് കുറച്ചുകൂടി ഞാൻ ഇന്ന് എലാബറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, അരവിന്ദ് കെജ്രിവാൾ എന്നിവർക്കെതിരെയാണല്ലോ CBIയുടെ EDയുടെ കേസ്. നോക്കൂ, അവരുടെ പേരിലുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ മദ്യനയ അഴിമതി കേസാണ്. ആരോപണത്തിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് നൽകുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താ നമ്മൾ അറിയുന്നത്? ഈ ഔറബിന്ദോ ബർമ ലിമിറ്റഡിൻ്റെ ശരത് ചന്ദ്ര റെഡ്ഡി, അയാൾ കൂട്ടുപ്രതിയായിരുന്നല്ലോ. ഈ കൂട്ടുപ്രതി 55 കോടി രൂപയുടെ ബോണ്ടാണ് ആർക്ക് നൽകിയിരിക്കുന്നത്? BJPക്ക് നൽകിയിരിക്കുന്നത്. അതാണ് നേരത്തെ ഉണ്ണി മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സാക്ഷിയെ കിട്ടുന്നു, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും അയാൾ കെജ്രിവാളിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാളെ കോ-അക്യൂസ്ഡ് ആക്കുന്നു. എന്നിട്ട് അയാളുടെ ജാമ്യത്തിനെതിരെ അതിശക്തമായി കോടതിയിൽ ആദ്യം വാദിക്കുന്നു. പിന്നീട് അയാൾ മാപ്പുസാക്ഷിയാക്കുന്നു. മാപ്പുസാക്ഷിയാക്കിയതിന് ശേഷം അയാളുടെ ബെയിൽ അപ്ലിക്കേഷൻ എതിർക്കുന്നില്ല. അപ്പോൾ ED സാധാരണഗതിയിൽ ഒരു കോ-അക്യൂസ്ഡിൻ്റെയോ അക്യൂസ്ഡിൻ്റെയോ ബെയിൽ അപ്ലിക്കേഷൻ എതിർക്കാതിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് മാത്രമല്ല 0% ആണ്. ഇയാളുടെ കാര്യത്തിനകത്ത് എതിർക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അയാൾ മാപ്പുസാക്ഷിയാകുന്നു. മാപ്പുസാക്ഷി ആയിക്കഴിഞ്ഞതിന് ശേഷം 5 ദിവസത്തിനകം ഇയാൾ ആദ്യത്തെ ഇത് കൊടുക്കുകയാണ്. അതായത് 5 കോടി രൂപ കൊടുക്കുകയാണ്. പിന്നീട് അത് അയാളുടെ 55 കോടി രൂപയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു കേസുണ്ട് എന്ന് വാദിച്ചാൽ തന്നെയും ഈ മദ്യനയ അഴിമതി കേസിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് വാദിച്ചാൽ തന്നെയും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഒക്കെ തന്നെയും ജയിലിൽ ഇതിനകം, മനീഷ് സിസോദിയ ഇപ്പോഴും തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നു. സഞ്ജയ് സിംഗ് ഏറെക്കാലം ജയിലിൽ കിടന്നതാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ വിട്ടതാണ്. അങ്ങനെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ദീർഘകാലത്തെ അന്വേഷണം നടക്കുകയും ചെയ്യുകയാണല്ലോ.
ആ അന്വേഷണം നടന്നോട്ടെ, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അഴിമതി. ഒരാളെ എങ്ങനെ പ്രതി ചേർക്കണം, ഒരാളെ എങ്ങനെ സാക്ഷിയാക്കണമെന്ന് തീരുമാനിക്കുക, സാക്ഷിയാക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ ഉപദ്രവിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ അയാളെ പ്രതിയാക്കിയതിന് ശേഷം അയാൾ ഫണ്ട് തരുന്നു എന്ന് കാണുമ്പോൾ അയാളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ക്ലിയർ അഴിമതി നമ്മൾ ഈ ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ പ്രശ്നം നോക്കൂ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഇന്ന് കോടതി നടപടികളിലെ എല്ലാവരും നിശ്ചിതമായി വിമർശിച്ചത്. നിങ്ങൾക്ക് ഇന്നിപ്പോൾ കോടതിയിൽ പറയാണ് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറയാം. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങളെന്തിനാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്നവരെ കാത്തു നിന്നത്? മാർച്ച് മാസം ഈ ദിവസം വരെ കാത്തിരിക്കേണ്ട കാര്യം എന്തിരുന്നു? മനീഷ് സിസോദിയെ ഏതാണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി അറസ്റ്റ് ചെയ്തതല്ലേ? ഈ കേസിലെ എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അന്ന് തന്നെ ഉണ്ടാകണമല്ലോ സ്വാഭാവികമായിട്ടും. സുപ്രീം കോടതി വരെ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പോയതല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനീഷ് സിസോദിയയുടെ പേരിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഒരു കോൺസ്പിറേറ്റർ എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെയും മേലെയുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഒരു വർഷം മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റൈറ്റാണ് അയാൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് തടയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മനീഷ് സിസോദിയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടതുപോലെ വർഷങ്ങളോളം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിലില്ല. അതാണ് നേരത്തെ ഞാൻ ആവർത്തിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വേദിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ കാര്യമുണ്ട്. ഒരാളെ എത്ര കാലം ജയിലിൽ ഇടണമെന്ന് ആദ്യം തീരുമാനിക്കുകയാണ്. എന്നിട്ട് അയാളെ ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളുടെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. അയാൾക്ക് എപ്പോൾ കുറ്റപത്രം കൊടുക്കണം, അയാളെ എത്ര കാലം റിമാൻഡ് ചെയ്യണം, അയാൾക്കെതിരായിട്ടുള്ള വിചാരണ എപ്പോൾ തുടങ്ങണം, ആ വിചാരണയിലെ അന്തിമ വാദം എപ്പോൾ വേണം, അത് കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണം വിധിന്യായം എന്ന് വരെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് ഇയാളെ ജയിലിലിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നോക്കൂ, ഇതിനകത്തുള്ള പൊളിറ്റിക്സ് നോക്കുന്നു. ഇതെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടിയെ വിശ്വാസമില്ല, ആം ആദ്മി പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് വിശ്വാസമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് വിശ്വാസമില്ല. ഇങ്ങനെ ഒരു പരസ്പരം വൈരുദ്ധ്യമുള്ള കുറേ കക്ഷികളുടെ 27 കക്ഷികളുടെ ഒരു ഐക്യമുന്നണി ആയിരുന്നു ഇന്നലെ വരെ യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇന്ന് അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ബ്ലോക്കിനെ ജെല്ലിയേൽപ്പിക്കുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പശയായി യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാറിയിരുന്നു. നേരത്തെ അത് ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് ആണെങ്കിൽ അത് ആ നിലയിൽ മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആ നിലയിൽ മാറിയിരിക്കുന്നു എന്നുള്ള, ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് ബാധിക്കാൻ പോകുന്നത് എന്ന് വരാം. മാത്രമല്ല ഇന്ന് സിംഗ്വിയും കപിൽ സിബലും ഒക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് സ്മൃതി പറഞ്ഞതിന് ശേഷം പറയാം. ശരി. Meet the editors.